ജീവിതം സഭയ്ക്കും സമൂഹത്തിനും സമർപ്പിച്ച ഒരു സന്യാസി വര്യൻ. അദ്ദേഹം മരിച്ച് കാലം ചെയ്ത് 100 വർഷമാകുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഈ നാട്ടിൽ നിലകൊള്ളുകയാണ്. അത് തൻ്റെ ഒരു ജീവിതം കൊണ്ട് ഒരു പ്രദേശത്തെ, ഒരു സംസ്ഥാനത്തെ ആകെ തൻ്റെ വെളിച്ചം പകരുവാൻ ഒരു വ്യക്തി സമർപ്പിച്ചപ്പോൾ, സ്വയം സമർപ്പിച്ചപ്പോൾ, ദൈവത്തിന് സമർപ്പിച്ചപ്പോൾ, തൻ്റെ നാടിന് സമർപ്പിച്ചപ്പോൾ വരുന്ന മാറ്റമാണ്. 100 വർഷങ്ങൾക്കിപ്പുറവും ആ പരിശുദ്ധനെ ഓർക്കുകയും ആ പരിശുദ്ധൻ്റെ സ്മരണ നിലനിർത്തുക മാത്രമല്ല, എവിടെ ആണോ താൻ കബറടങ്ങിയിരിക്കുന്നത് ആ പ്രദേശം ഒരു പരിമളം തൂകുന്ന ഇടമായി മാറുന്നൊരു കാഴ്ച, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ ഒത്തിരി പേര് പലതലത്തിൽ സമൂഹത്തിനും നാടിനും വേണ്ടി, സഭയ്ക്കും അതുപോലെ തന്നെ അവരവരുടെ വിശ്വാസങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിലനിൽക്കുന്നു. അങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഈ നാട്ടിലുള്ളതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്, അതിലേറെ സന്തോഷമുണ്ട്. ഒരു വ്യക്തിയുടെ ത്യാഗവും, ഒരു വ്യക്തിയുടെ സേവനവും, ഒരു വ്യക്തിയുടെ നിഷ്ഠയും അത് വളർന്ന് പന്തലിച്ച് ഒരു നാടിന് മൊത്തം എങ്ങനെയാണോ ഒരു വൃക്ഷം വളർന്ന് ആ വൃക്ഷത്തിന് ചുറ്റുമുള്ളവർക്ക് ആശ്രയമാകുന്നത്, ഒരു സമൂഹത്തിന് മുഴുവൻ ആശ്രയമായി, ഒരു നാടിന് മുഴുവൻ ആശ്രയമായി ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോൾ അത് ആത്മീയതയുടെ വലിയൊരു വിജയമാണ്. ആ പരിശുദ്ധനെ ഈ അവസരത്തിൽ സ്നേഹത്തോടു കൂടി ഓർക്കുന്നു, ആദരവോടുകൂടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏവർക്കും അദ്ദേഹത്തിൻ്റെ നന്മ ഉണ്ടാകട്ടെ, പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ, ലഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ഇവിടെ ആ പരിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് തന്നെ രാഷ്ട്രീയ സംവാദം വെച്ചിരിക്കുക. അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുണ്ട്. ഇപ്പോൾ ജയിച്ചു വന്ന മിക്കവാറുമുള്ള എല്ലാ മെമ്പർമാരുമുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ആദ്യമായിട്ട് നിങ്ങളൊന്ന് കണ്ട് സംവദിക്കുവാൻ ഒരവസരം ഇപ്പോൾ ലഭിച്ചു. ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ലഭിച്ചതിൽ അതിയായ സന്തോഷം. നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇനിയുള്ള ഒറ്റ അജണ്ടയുള്ളൂ. ആ അജണ്ട എന്ന് പറഞ്ഞാൽ, ഇവിടെ എനിക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ, മറ്റുള്ളവരെ സഹായിക്കാൻ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ, എന്തൊക്കെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ സാധിക്കുമോ, ഈ പ്രദേശത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമോ, നമ്മുടെ ജില്ലയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ, നമ്മുടെ ബ്ലോക്കിന് എന്ത് ചെയ്യാൻ സാധിക്കുമോ, നമ്മുടെ ഗ്രാമത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമോ, ആ ഒരു പ്രവർത്തനത്തിൽ ഒരേ മനസ്സോടുകൂടി, ഒരേ വികാരത്തോടു കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വിവിധ രാഷ്ട്രീയമാണ് നമുക്കുള്ളത്. ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും വിവിധ രാഷ്ട്രീയമാണ്. പക്ഷെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം ഈ നാടാണ്. നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം നമ്മൾ കോട്ടയംകാരാണെന്നുള്ളതാണ്. നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം നമ്മൾ മലയാളികളാണ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ താഴോട്ട് വരുമ്പോഴാണ് കൂടുതൽ കറക്റ്റായിട്ട് പറയാം. കോട്ടയവും വാകത്താനും ഒക്കെ നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ വാകത്താനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്ന പോലെ തന്നെ നമ്മുടെ ജില്ലയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും, അതുപോലെ ബ്ലോക്കിൻ്റെ മുഴുവനായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി ബ്ലോക്ക് അംഗങ്ങളും പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അടുത്ത 5 വർഷം കൊണ്ട് നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. കാരണം നമ്മുടെ നാട് മാറുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം എപ്പോഴും നമ്മുടെ ചെറുപ്പക്കാർ മാറിപ്പോവുക, നമ്മുടെ ചെറുപ്പക്കാർ മുഴുവൻ മാറിപ്പോകുന്നൊരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം അത് അവർക്ക് മാറ്റം ആഗ്രഹമാണ്. സ്ഥലം മാറുന്നത് അവർക്ക് നിർബന്ധം ഉണ്ടായിട്ടല്ല, പക്ഷേ പലരും വേറെ വഴിയില്ലാത്തതുകൊണ്ട് സ്ഥലം മാറിപ്പോകുന്നവരാണ്. പക്ഷെ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുറവാണത് കാണിക്കുന്നത്. MLA നിലയ്ക്ക് എൻ്റെ ഒരു പാളിച്ചയായിട്ടാണ് ഞാൻ കരുതുന്നത്, സർക്കാരിൻ്റെ പാളിച്ചയായിട്ടാണ് ഞാൻ കരുതുന്നത്, നമ്മുടെ നിയമവ്യവസ്ഥയുടെ പാളിച്ചയായിട്ട് കിടക്കുക. കാരണം നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു കുറവ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു തലത്തിലേക്ക് വളരുവാൻ സാധിക്കാത്തത് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചെറുപ്പക്കാർ കാനഡയിൽ പോകുന്നു, അമേരിക്കയിൽ പോകുന്നു. എപ്പോൾ വേണമെങ്കിലും ഈ രാജ്യത്തെ നിയമങ്ങൾ മാറാം, ഇല്ലേ? ട്രംപ് ഏറ്റവും അവസാനം പറഞ്ഞെന്താ? ഇനി മൂന്നാം ലോക രാജ്യത്തിൽ നിന്ന്
ഒരാൾ പോലും വരണ്ട. എൻ്റെ സഹോദരൻ്റെ മകൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവർ അമേരിക്കയിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞിങ്ങനെ എന്തോ ഒരു താല്പര്യത്തിൽ നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്തു. പുള്ളിക്കാരത്തി ഇങ്ങനെ കുറേ ഇൻ്റർവ്യൂസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ റൂൾസ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിരിക്കുക. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒത്തിരി കാണിക്കണം, എന്നാൽ മാത്രമേ ഒരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ. ഇപ്പോൾ വിദേശത്തേക്ക് പോകണമെന്ന് വെച്ചാൽ പോലും പോകാൻ പറ്റാത്ത സാഹചര്യം വരികയാണ്. അപ്പം നമ്മുടെ നാട് എന്ന് ഇവരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും? വിദേശത്ത് പോകാതെ തന്നെ ഇവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുന്ന എപ്പോഴാണ്? ഈ വിദേശത്തേക്കുള്ള വഴി കൂടി അടഞ്ഞാൽ നമ്മൾ വേറെ വഴിയില്ലാതിരിക്കാൻ പോവാണോ? നമ്മുടെ മുന്നുണ്ടായിരുന്നവർ, അല്ലെങ്കിൽ ഒരു 60s 70s ഗൾഫിൽ പോയവർ, അവർക്ക് തിരിച്ചു വരാനുള്ള ആഗ്രഹമുണ്ട്. കാരണം അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. ഇന്ന് പോകുന്നവർ പലരും പെർമനൻ്റ്ലി നമുക്ക് നഷ്ടപ്പെടുക. കാരണം അവർക്ക് ഒരു സാഹചര്യവും ഇവിടെ ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ അവിടെ താമസമാണ്, തിരിച്ചു വരുന്നില്ല. ചിലർക്ക് ഇവിടുന്ന് കടമെടുത്ത് പോകുന്നവരുണ്ട്, അവിടെ പോയി കടക്കാരാവുകയാണ്. അപ്പോൾ ഇവിടെയും കടം അവിടെയും കടം, അനങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിനി ചിന്തിക്കേണ്ടത് ഇവിടെ നിന്ന് വികസനം ആരംഭിക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് വികസനം ആരംഭിക്കണം. നമ്മളിനി ഗൾഫിനെ നോക്കിയല്ല, അമേരിക്ക നോക്കിയല്ല, ഇനി നമ്മൾ യൂറോപ്പിനെ നോക്കിയല്ല, ഇനി നമ്മൾ കേരളത്തെ നോക്കി, കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, വാകത്താനത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, കോട്ടയത്തിൻ്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, പുതുപ്പള്ളിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി, ആ പൊട്ടൻഷ്യലിനെ ഉപയോഗിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിയെടുക്കുകയാണ്. നമുക്ക് പരിമിതികൾ കാണും, ഞാൻ പരിമിതി ഇല്ലയെന്ന് പറയുന്നില്ല. ഗ്രാമപഞ്ചായത്തിന് പരിമിതി കാണും, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പരിമിതികൾ കാണും. പക്ഷേ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പ്രവർത്തനം കറക്റ്റാക്കിയാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള റിസോഴ്സസ് അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ആരുടെ സഹായം ആവശ്യമില്ല. പക്ഷേ ഒരിക്കൽ രാജീവ് ഗാന്ധി പറഞ്ഞ പോലെ 1 രൂപ ചെലവഴിച്ചാൽ 10 പൈസയാണ് എത്തുന്നത്. ഇപ്പം അതിലിച്ചിരി വ്യത്യാസം വന്ന് കാണും. 1 രൂപ ചെലവഴിച്ചാൽ 50 വരെ എത്തിക്കാണും. പക്ഷെ 50 പൈസ അപ്പോഴും നഷ്ടപ്പെടുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ എക്സ്പെൻസ് കട്ട് ചെയ്തുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വിധത്തിൽ പുതിയ പരിപാടികൾ ആവിഷ്കരിച്ചാൽ, ആ ആവിഷ്കരണത്തിന് നേതൃത്വം കൊടുക്കുന്നതാവണം ഈ പഞ്ചായത്ത് സമിതികൾക്കും ഈ ബ്ലോക്ക് സമിതിക്കും എല്ലാം സാധിക്കുന്നത്. അത് പ്രാക്ടിക്കലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പല പരിപാടികൾ നമുക്ക് കൂടിയിരുന്ന് ആലോചിച്ചാൽ ഇത് നല്ലൊരു അനുഭവമായിട്ട് ഞാൻ കണക്കാക്കുക. കാരണം ഈ ഒരു പള്ളിയുടെ സഹായം കൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നു. ചിലപ്പം എനിക്ക് നിങ്ങളെ കാണാൻ പോലും ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ല. നമ്മളിങ്ങനെ കൂടിയിരിക്കണമെന്നാണ്. രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ കൂടിയിരുന്ന് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴായിരിക്കും ആശയങ്ങൾ വരുന്നത്. അപ്പോൾ പഞ്ചായത്തുകാർ ഇങ്ങനെ കൂടിയിരുന്നിട്ടൊന്ന് ആലോചിക്കണം. ഇപ്പോൾ നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഒരു വ്യത്യാസങ്ങളും നമ്മളെ ബാധിക്കുന്നില്ല. ഇവിടെ നമ്മൾ കൂടി വന്നിരിക്കുന്നത് ഈ പള്ളിയുടെ ഇൻവിറ്റേഷനിൽ കൂടി വന്നിരിക്കുന്നതുകൊണ്ട്, നാടിൻ്റെ നന്മ എന്നുള്ള ചർച്ചയിലേക്ക് വന്നിരിക്കുന്നതുകൊണ്ട് അതിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ രാഷ്ട്രീയ അജണ്ട അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എന്താണ് ഇൻകം ജനറേഷന് എന്തൊക്കെ പുതിയ ഐഡിയാസ് സാധിക്കും, എങ്ങനെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാം, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഡ്രഗ്സ് എന്ന വലിയ വിപത്ത് നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അതിനെതിരെ എന്തൊക്കെ ചെയ്യാം. ഞാൻ കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പ് ഒന്ന് US പോയപ്പോൾ ഞാനൊരു കുട്ടികളുടെ ഫുട്ബോൾ കളി കാണാൻ പോയി. ഞാൻ ആ കളി കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം അവിടെ ഫുട്ബോൾ കളി മാത്രമല്ല നടക്കുന്നത്, അവിടെ ഒരു ഇൻകം ജനറേഷൻ, ആ കൗണ്ടിക്ക് വേണ്ടിയുള്ള ഇൻകം ജനറേഷൻ നടക്കുകയാണ്. എങ്ങനെ? കുട്ടികളുടെ ഷർട്ട്, കുട്ടികളുടെ അവരുടെ യൂണിഫോം, അവരുടെ ഷൂസ്, അവരുടെ ബ്രാൻഡ് ചെയ്ത് ഇപ്പം ഭാഗത്താനം ഒരു ടീം, പുതുപ്പള്ളി മറ്റൊരു ടീം, അങ്ങനെ പല ടീമുകൾ വരുമ്പോൾ അതിൻ്റെ ബ്രാൻഡിങ്ങും അതിൻ്റെ ബേസിലുള്ള മോഡൽസും അതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു എക്കോണമി ഡെവലപ്പ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എക്കോണമി കൂടി ഡെവലപ്പ് ചെയ്യാൻ എങ്ങനെ നമുക്ക് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് നമ്മുടെ കോസ്റ്റ് കട്ട് ചെയ്യാം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ സമയമായി. 1 രൂപ പോലും പാഴാക്കാൻ വഴിയില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് അടിയന്തരമായി വേണ്ടത് നമ്മുടെ റോഡുകളാണ്. ആ റോഡുകളുടെ കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? കാരണം ജനങ്ങൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. നമ്മൾ വീടുകൾ കയറുമ്പോൾ നമ്മൾ എവിടെ പോയാലും ഒറ്റ കാര്യമല്ലേ പറയുന്നുള്ളൂ. എൻ്റെ അടുത്ത് ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, റോഡ്. ആ റോഡിൻ്റെ പരിമിതി പഞ്ചായത്ത് സമിതിയും ബ്ലോക്ക് സമിതിയും ജില്ലാ സമിതിയും അടിയന്തരമായി നോക്കി പരിഹരിക്കേണ്ട ഒന്നാണ്. പ്രത്യേകിച്ച് വാകത്താനത്ത് റോഡിൻ്റെ പ്രശ്നം വളരെ രൂക്ഷമായി നിൽക്കുന്നതാണ്.
PWD രംഗത്തുള്ളത് ഞാൻ ടേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ ടേക്കപ്പ് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ നിങ്ങളോടൊപ്പം ഈ കാര്യത്തിൽ ഞാൻ ശ്രമിക്കാം, ആ ഒരു റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കുവാൻ വേണ്ടിയുള്ളത്. കാരണം ജനങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ SIR എന്ന് പറഞ്ഞ ഫോമിൻ്റെ കാര്യമാണ്. അതിനകത്ത് രാഷ്ട്രീയമോ പാർട്ടിയോ ഒന്നുമില്ല. എനിക്ക് കൃത്യമായിട്ടുള്ള ഇതാണ്, നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ നമ്മൾ നോക്കിയിരിക്കാൻ പറ്റുമോ? ഇല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായ ഉത്തരം. ആർക്ക് വേണേ ആർക്ക് വോട്ട് ചെയ്തോട്ടെ. വോട്ടിങ്ങിൻ്റെ അപ്പുറം ഇപ്പോൾ SIR വന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, തൊട്ടപ്പുറത്തെ പാമ്പാടി പഞ്ചായത്തിൽ 5000 പേരെ ഫോം കൊടുത്തതിന് ശേഷവും അവർക്ക് നഷ്ടപ്പെടുക. കാരണം ഇവർക്ക് 2002 കണക്ഷൻ വരുന്നില്ല. ഇപ്പോൾ 2002 കണക്ഷൻ അവർക്ക് വരാത്തപ്പോൾ അവരുടെ പൗരത്വമാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ വിചാരിക്കും വളരെ ലൈറ്റായിട്ടാണ് നമ്മളിതിനെ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥന, നമ്മുടെ പഞ്ചായത്തുകളിൽ ഒരാൾക്ക് പോലും, ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ ഒരു മലയാളിയാണോ, നമ്മുടെ സഹോദരനാണോ, ആ വ്യക്തിക്കുള്ള അവകാശം സംരക്ഷിക്കുവാൻ കൂടി നിങ്ങൾ ജാഗ്രത കാണിക്കണം. ആ ജാഗ്രത വളരെ അനിവാര്യമായിട്ടുള്ള കാര്യം. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. പൗരത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധ വഹിക്കണം. ഇങ്ങനൊരു കൂട്ടായ്മ ഒരുക്കി തരുവാൻ പള്ളിക്കാട്ട് ദേറെ കാണിച്ച പ്രത്യേകമായ താല്പര്യത്തിന് നന്ദി പറയുന്നു. നമ്മുടെ നാടിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടാണ് എല്ലാവരും ഒന്നിച്ചു വരണം എന്ന് വലിയ ചിന്ത. ഇവിടെ കബറടങ്ങിയിരിക്കുന്ന ആ പരിശുദ്ധൻ്റെ തുടർച്ച നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ അതിനുവേണ്ടിയാണ് ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. കാരണം നാടിൻ്റെ നന്മയെ കരുതി തന്നെയാണ് അച്ഛൻ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും നാടിന് വേണ്ടി ചിന്തിക്കുവാൻ, നമ്മുടെ സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു.